ഒരുമിച്ച് അഭിനയിക്കുന്നവർ പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും പതിവാണ്. എന്നാൽ അഭിനയത്തിലേക്ക് എത്തും മുമ്പ് പ്രണയത്തിലാകുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് രസകരമാണ്. അങ്ങനെയുള്ള രണ്ടു പേരാണ് നൂബിനും ബിന്നിയും. ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് നൂബിനും ബിന്നിയും. നൂബിനെയാണ് മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത്. ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിലൂടെ പ്രതീക്ഷയായുള്ള നൂബിന്റെ അഭിനയം കയ്യടി നേടി. പിന്നീടാണ് ബിന്നിയുടെ എൻട്രി. ഗീതാഗോവിന്ദത്തിലൂടെ പരമ്പരയും ബിന്നിയും ജനപ്രീതി നേടുകയും ചെയ്തു. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് ബിന്നി. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബിന്നി ആ കഥ പങ്കുവച്ചത്. വിവാഹത്തിന് കുടുംബങ്ങൾ എതിരായിരുന്നു. എന്നാൽ അവരുടെ പ്രണയത്തിന് മുന്നിൽ ഒടുവിൽ വീട്ടുകാർ മുട്ടുമടക്കുകയായിരുന്നു. ഒരു സുഹൃത്ത് മുഖേനയാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത്. ഇടയ്ക്ക് ചാറ്റ് ചെയ്യും. അതെപ്പോഴോ പ്രേമമായി. ആ സമയം ഞാൻ ചൈനയിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. നവീൻ ദുബായിലും. പിന്നീട് അവൻ നാട്ടിൽ വന്നു. LLBക്ക് ചേർന്നു. ഒരു സ്ഥാപനം തുടങ്ങി. മോഡലിംഗിലും സജീവമായി. അതുവഴി സീരിയലിലും എത്തി എന്നാണ് ബിന്നി പറയുന്നത്. അതേസമയം താങ്കളുടെ പ്രണയത്തിന് വീട്ടുകാരുടെ സമ്മതമുണ്ടായിരുന്നില്ലെന്നാണ് ബിന്നി പറയുന്നത്. തങ്ങളുടെ ബന്ധത്തിന് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവർ സമ്മതിക്കുന്നത് വരെ കാത്തിരിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരും. ഒടുവിൽ കാത്തിരുന്ന് സമ്മതം കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നായത് എന്നാണ് ബിന്നി പറയുന്നത്. പിന്നീടായിരുന്നു ബിന്നിയുടെ സീരിയൽ എൻട്രി. അത് തികച്ചും യാദൃച്ഛികമായിരുന്നു. ഒരിക്കൽ ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡ് നിശയിൽ പങ്കെടുക്കുവാൻ നൂബിനൊപ്പം പോയി. അവിടെ വെച്ച് കണ്ട ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ നൂബിനെ വിളിച്ച് എൻ്റെ ഫോട്ടോ ചോദിച്ചു. പുതിയൊരു സീരിയൽ വരുന്നുണ്ടെന്നും അതിന് വേണ്ടിയാണെന്നും പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ സീരിയൽ എന്ന ആഗ്രഹം ഇല്ലായിരുന്നു. സിനിമയായിരുന്നു ലക്ഷ്യം എന്നാണ് ബിന്നി പറയുന്നത്. സെറ്റിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് അവരുടെ വിളിയെത്തി. മനസ്സില്ലാ മനസ്സോടെ പോയി. ലുക്ക് ടെസ്റ്റിനാണ് പോകുന്നത് എന്നായിരുന്നു ധാരണ. എന്നാൽ അവിടെ പൈലറ്റ് ഷൂട്ടായിരുന്നു. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. അത്ര താല്പര്യമില്ലാതെ അഭിനയിച്ചു. വലിയ ഡയലോഗുകളായിരുന്നു. പിന്നിൽ നിന്ന് ഒരാൾ പറഞ്ഞു തന്നെങ്കിലും ഡയലോഗുകൾ പല തവണ തെറ്റിച്ചു എന്നാണ് ബിന്നി പറയുന്നത്. അന്ന് തിരികെ വീട്ടിലെത്തിയ ബിന്നി നൂബിനോട് പറഞ്ഞത് ആരെ എടുത്താലും എന്നെ എടുക്കില്ല എന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. നായികയായി ബിന്നി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഗീതാഗോവിന്ദത്തിലെ ഗീതുവായി ബിന്നി മിനിസ്ക്രീനിലെത്തി. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡയലോഗ് തെറ്റുമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ എല്ലാം ശരിയായി. അതിന് പരമ്പരയിൽ നായകനായ സാജൻ സൂര്യ തന്നെ ഒരുപാട് സഹായിച്ചു എന്നാണ് ബിന്നി പറയുന്നത്. ഇന്ന് പലരും തന്നെ വിളിക്കുന്നത് പോലും ഗീതു എന്നാണെന്നും ബിന്നി പറയുന്നു.